കോഴിക്കോടിൻ്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന മാനാഞ്ചിറ സ്ക്വയർ. ഈ മാനാഞ്ചിറ സ്ക്വയറിനെ കുറിച്ച് പറയാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ പുതിയ നവീകരിച്ച മാനാഞ്ചിറ സ്ക്വയറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ ചുറ്റും നോക്കിയാലേ നമുക്ക് കോഴിക്കോടിൻ്റെ ടൗൺ ഹാൾ കാണാം. പിന്നെ കോഴിക്കോടിന് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തിയേറ്റർ ക്രൗൺ തിയേറ്റർ കാണാം. അതുപോലെ തന്നെ CSI ചർച്ച്, പിന്നെ SK പൊറ്റക്കാടിൻ്റെ സ്റ്റാച്യു, പിന്നെ നമ്മുടെ സ്വന്തം മുട്ടായി തെരുവ്. ഞാനും എൻ്റെ ചേട്ടനും കുട്ടിക്കാലത്ത് ഒരുപാട് തവണ വന്നിട്ടുണ്ട് കേട്ടോ മാനാഞ്ചിറ സ്ക്വയറിൽ. ഇപ്പം ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് മാനാഞ്ചിറ സ്ക്വയർ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിസിബിളി കാണാൻ പറ്റും. കാരണം ഫസ്റ്റ് തിങ് ആ ലൈറ്റ് കൊണ്ടുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ, അവർ നല്ല വൃത്തിക്കാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. നിങ്ങൾക്കൊരു റീയൂണിയനോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ഒരു ഗെറ്റ് ടുഗെദറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാമായിട്ട് പീസ്ഫുള്ളായിട്ട് സംസാരിക്കാനൊക്കെ ഒരു സ്ഥലമാണ് തേടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മാനാഞ്ചിറ സ്ക്വയർ ഒരു ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാം. ബിക്കോസ് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ വന്നത് തിരുവോണ ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ അതിന് നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷെ തിരക്കുണ്ടെങ്കിലും തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പ്രൈവറ്റ് സ്പേസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ്. ഈ കുട്ടികളൊക്കെ ആയിട്ട് ഔട്ടിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാനാഞ്ചിറ സ്ക്വയർ എന്തായാലും ചൂസ് ചെയ്യാതിരിക്കത്തില്ല. കാരണം അവർക്ക് നന്നായി കളിക്കാനും ഓടി കളിക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട്. പിന്നെ എൻ്റെ ഫാമിലി അതുപോലെ തന്നെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ ബ്രദറാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. സോ മോളും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ക്രൗഡഡ് ഏരിയ അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ ഷീ വാസ് മെയിൻറ്റെയിനിങ് ഇറ്റ് വെൽ. കാരണം അവൾ നല്ല ബിഹേവ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു റീയൂണിയനോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സോ ഫാമിലിയോ ആയിട്ട് ഗെറ്റ് ടുഗെദറൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലേസ് ചൂസ് ചെയ്യാവുന്നതുള്ളൂ. കാരണം ഇവിടെ കണ്ടില്ലേ ഈ ഒരു സ്റ്റേജും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു നല്ല സീറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഫുൾ ഒരു ഓപ്പൺ ഏരിയ ആണ്. അപ്പം മഴ പെയ്യുകയാണെങ്കിൽ മഴ കൊള്ളേണ്ടി വരും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ വേറൊരു അട്രാക്റ്റീവ് പാർട്ടാണ് നമ്മുടെ പോണ്ട്. അപ്പോൾ അതിന് ചുറ്റും ഇതുപോലെ ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നതും, കുറേ ഹാർട്ട് ലോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ പേരൊക്കെ വെച്ച് അതിനകത്ത് ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതാണ് നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിൻ്റെ പോണ്ട്. ചച്ചു അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കാരണം ചുറ്റും ലൈറ്റ്സ് ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും പിന്നെ ഷെയറും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ ടാറ്റാ ബൈ.